ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാപങ്ങളല്ലേ? ആണോ? എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. പക്ഷെ ഗുണ്ടകളല്ല. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ മന്തിയാ? അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അത് എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? ഈ പാവം ജയിലിൽ കിടക്കുന്ന അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്ത ആ ജയിലിനകത്തല്ലേ? കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവന് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ അവര് ആ ജയിലിൽ തന്നെ അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ചു കഴിഞ്ഞൂടെ? അവരങ്ങനെ പണിയെടുത്ത് കിട്ടുന്ന കൂലി കുറച്ച് അവിടെ വെക്കും, കുറച്ച് അവരുടെ ആവശ്യം നിർവഹിക്കും. ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെ ഉള്ളൊരു ആശ്വാസം. പിന്നെ ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ വരുമ്പോൾ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇങ്ങനെയുള്ളൊരു ആനുകൂല്യത്തിൽ എന്തിനാ എതിർക്കുന്നത്? കിട്ടണേ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. ഈ ആശാവർക്കന്മാരെക്കാളും തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാളും ഒക്കെ കൂടുതലാണ് ഇപ്പൊ ഞാൻ പറയേണ്ടത് ഈ കുറഞ്ഞവർക്ക് വർദ്ധിപ്പിക്കാനല്ലേ പറയേണ്ടത്? ആശാ വർക്കർമാര്, അതുപോലെ തന്നെ തൊഴിലുറപ്പുകാര്, മറ്റ് വർക്കേഴ്സ്, അവർക്ക് പോരാ കൂലി, അതല്ലേ പറയേണ്ടത്? അയാളെ കരണക്കുറ്റി നോക്കി എന്നാണ് കൊടുക്ക്, ബാക്കിയുമ്പോ വന്നിട്ട് നോക്കാൻ. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തിനാ എതിർക്കുന്നത്? ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺസെൻസ്. അത് കാലോചിതമായി പരിഷ്കരിപ്പിക്കുന്നതാണ്. ആ ഒരു നടപടി എന്തിനാ വിമർശിക്കുന്നത്? എന്തിനാ ഈ ദ്രോഹം ചെയ്യുന്നത്? ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു.